നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ, അതായത് വായുടെ പുനർനിർമ്മാണം എന്ന ഒരു ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സംസാരിക്കുന്നത് ഈ പുനർനിർമ്മാണത്തിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് എന്നുള്ളതാണ്, പ്ലാനിങ് ഫേസ്. അപ്പോൾ ഇതിന് ഒരുപാട് പ്ലാനിങ് വേണം. അതായത് നമ്മളെപ്പോഴും ഒരു ചൊല്ലുണ്ട്, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. അതായത് പ്ലാനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ട് അവിടെ. എന്തിനുള്ള പ്ലാനാണ് അത്? ഫെയിൽ ചെയ്യാനുള്ള പ്ലാൻ. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ. അപ്പോൾ പ്ലാനിങ് ഭയങ്കര പ്രധാനമാണ്. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ ഫോട്ടോഗ്രാഫിക് ആൻഡ് വീഡിയോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ, അതായത് ഫോട്ടോസ് എടുക്കും, പേഷ്യൻറ്റിൻ്റെ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ, അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. സ്റ്റഡി മോഡൽസ് എടുക്കും, അളവെടുത്ത് സ്റ്റഡി മോഡൽസ് എടുക്കും. എക്സ്റേസ് എടുക്കും, അതിന് പലതരത്തിലുള്ള എക്സ്റേസ് ഉണ്ട്, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. ഡയഗ്നോസ്റ്റിക് മോഡൽസ്, അതാണ് സ്റ്റഡി മോഡൽസിൻ്റെ വേറൊരു വേർഷനാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങും ഡയഗ്നോസ് ചെയ്യണം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം. പിന്നെ ഡിസ്കഷൻ, പേഷ്യൻ്റായിട്ട് ഡിസ്കസ് ചെയ്യണം പ്ലാൻ. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴും ആ ഡിസ്കഷൻ പാർട്ട് ആണ് ഏറ്റവും പ്രധാനം. എന്താ കാരണം എന്ന് വെച്ചാൽ, പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ അത് ഭയങ്കര പ്രധാനമാണത്. അപ്പോൾ ഇതിൽ ഒരുപാട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുള്ളൂ. ഇനി നമ്മൾ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാണ്. അപ്പം അതിൽ ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റേഷൻ, ഫോട്ടോസും വീഡിയോസും നമ്മൾ എടുക്കാറുണ്ട് പേഷ്യൻറ്റിൻ്റെ. അത് മുഖത്തിൻ്റെയും സ്മൈലിൻ്റെയും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇത് കഴിഞ്ഞ് നാച്ചുറലായിട്ട് പേഷ്യൻ്റ് ചിരിക്കുമ്പോഴാണ്, സംസാരിച്ചിട്ട് ചിരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ള സ്മൈല് കിട്ടുക. അതല്ലാതെ നമ്മൾ പേഷ്യൻറ്റിനോട് വെറുതെ ഇരുന്ന് ഒന്ന് ചിരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ചിരി ശരിയാവില്ല. ചിരിക്കുമ്പോൾ ആ സമയത്താണ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ചിരി കിട്ടുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. പലപ്പോഴും 10 സെക്കൻഡ് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുക. ചില സമയത്ത് നമ്മൾ ഒരു മിനിറ്റ് വരെയൊക്കെ വീഡിയോ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ മോഡൽസ് എടുക്കും, അതായത് നമ്മൾ അളവെടുക്കുക എന്ന് പറയും. അളവെടുക്കുക എന്ന് പറയുന്ന ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ നമ്മൾ അതിന് ഇംപ്രഷൻ ട്രേസ് ഉണ്ട്. ആ ട്രേസിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതരം ജെല്ല് വെച്ചിട്ട് നമ്മൾ വായുടെ ഉള്ളിൽ വെച്ച് അത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് ആ ഇംപ്രഷനായി. ആ ഇംപ്രഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ മോൾഡ് ഉണ്ടാക്കി നമ്മൾ ഇത് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയത്, നമ്മൾ ഇൻട്രാഓറൽ സ്കാനേഴ്സ് ഉപയോഗിച്ച് നമ്മളത് സ്കാൻ ചെയ്തെടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഇംപ്രഷൻ എടുക്കാതെ തന്നെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എക്സ്റേ, OPG എന്ന് പറയുന്ന എക്സ്റേ വളരെ പ്രധാനമാണ്. OPG എക്സ്റേ എന്ന് പറയുന്നത് നമ്മുടെ കീഴ്ത്താടിയും മേൽത്താടിയുടെയും എല്ലും അതിലിരിക്കുന്ന പല്ലുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോണും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ്, അതായത് മാക്സിലറി സൈനസ്, മാൻഡിബുലർ നെർവ്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജോയിൻസും കാണാൻ പറ്റും. ടെമ്പറോമാൻഡിബുലർ ജോയിൻറ്റ്, ജോ ജോയിൻറ്റും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ എക്സ്റേ വളരെ പ്രധാനമാണ്. ഇത് മാൻഡേറ്ററി ആണ്. എല്ലാ പേഷ്യൻസിനും ഇത് ഞാൻ നിർബന്ധമായിട്ട് എടുപ്പിക്കാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇതാണ് നമ്മളുടെ ബേസ് പ്ലാൻ. നമ്മൾ പുതുക്കി പണിയാൻ പോകുന്ന വീടിൻ്റെ പ്ലാനാണത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനാണ്. പിന്നെ നമ്മൾ ഇൻട്രാഓറൽ എക്സ്റേസ്, ചെറിയ എക്സ്റേസ്, ചില സ്പെസിഫിക് ആയിട്ട് ചില പല്ലുകളുടെ നമ്മൾ OPGയിൽ കാണുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ എക്സ്റേയിൽ നമുക്ക് ചിലത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് ഇൻട്രാഓറൽ എക്സ്റേ എന്ന് പറയുക. ഇതെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് 3D സ്കാൻ. നമ്മുടെ സെൻറ്ററിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3D സ്കാനിങ് എക്വിപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ 3D സ്കാൻ ഉപയോഗിച്ച് നമ്മൾ ഇത് പലപ്പോഴും നമുക്ക് പേഷ്യൻറ്റിൻ്റെ ക്രോസ് സെക്ഷൻസ് എടുക്കാൻ സാധിക്കും. നമുക്ക് ആ ജോ ബോണിൻ്റെ പല സെക്ഷൻസ് എടുത്ത്
നമുക്ക് ഓരോ പല്ലിന് ചുറ്റും യഥാർത്ഥത്തിൽ നമുക്ക് നടന്നു നോക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ് 3D സ്കാൻ. 3D സ്കാൻ എടുക്കാറുണ്ട്. ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ സെൻറ്ററിൽ ഞങ്ങൾക്ക് 3D സ്കാനിന് പുറമെ പ്രോഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ കൂടി ഉണ്ട്. അതായത് മുഖത്തിൻ്റെ തന്നെ നമുക്ക് സ്കാൻ എടുക്കാൻ പറ്റും. മുഖം ഫുൾ ഫേസിൻ്റെ സോഫ്റ്റ് ടിഷ്യൂ സ്കാൻ വരെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾ അതും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും മോഡലിൽ ചെറിയ മോക്ക് സർജറീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മോക്കായിട്ട് ഒരു സർജറി ചെയ്ത് പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനത്തെ അവസ്ഥയിൽ എത്തും എന്നുള്ളത് നമുക്ക് ഫോർസീ ചെയ്യാനായിട്ടും പേഷ്യൻറ്റിനെ കാണിക്കാനായിട്ടും ഉള്ള ചില ടെക്നിക്സ് ആണത്. സ്റ്റീരിയോലിത്തോഗ്രഫിക് മോഡൽ, STL മോഡൽ എന്ന് പറയും. ഇതിൽ നമ്മൾ ചിലപ്പോൾ മോക്ക് സർജറീസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഇത് ഗൈഡായിട്ട് ഉപയോഗിക്കാറുണ്ട് സർജറിക്ക്. ഇതും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഡയഗ്നോസിസിലേക്ക് വരിക. എന്താണ് പേഷ്യൻറ്റിനുള്ള പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോഴാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഡയഗ്നോസിസ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് കടക്കും. ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ നമ്മൾ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക് വാക്സപ്പ്, സ്പ്ലിൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. മെഴുകിൽ നമ്മൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെക്കുക, മെഴുകിലും ആക്രിലിക് എന്ന് പറയുന്ന മെറ്റീരിയലും നമ്മൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെക്കുക, അങ്ങനെ എന്നിട്ട് ഇത് വെച്ച് സ്റ്റഡി ചെയ്യുക, ഇങ്ങനെ പല പല സ്റ്റെപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ പ്ലാനിങ് ഫേസിൻ്റെ ഭാഗമാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻ്റായിട്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഡിസ്കഷൻ, പേഷ്യൻ്റായിട്ടും പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കളായിട്ടും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ചെയ്യും. ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൊടുക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അതേപോലെ ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ മുമ്പ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവരുടെ എല്ലാം റെക്കോർഡ്സ് എടുത്ത് കാണിച്ച് നമ്മൾ അവരുടെ എക്സ്റേസ് എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസ്കഷനിൽ നമ്മൾ പറയാറുള്ളത് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, പലപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് ഉണ്ടാവും, ഡെൻറ്റൽ ഇംപ്ലാൻസ് ഉണ്ടാവും, ചില സമയങ്ങളിൽ ഡെൻച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും പെരിഡോണ്ടൽ സർജറീസ്, റൂട്ട് കനാൽസ്, വെനിയേഴ്സ്, ഓൺലേസ്, ഓർത്തോഗ്നാറ്റിക് സർജറി, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ ഇതിലേക്ക് കടക്കുക, ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുക. അപ്പോൾ പ്ലാനിങ്ങിനെ പറ്റിയുള്ള വീഡിയോ, ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ അഥവാ വായുടെ പുനർനിർമ്മാണത്തിൻ്റെ പ്ലാനിങ്ങിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ഞാൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.